കണ്ട ഏതോ ഒരു വീഡിയോയിൽ ഒരു മോട്ടിവേറ്റർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റോറി, അപ്പൂപ്പൻ ഡാഡിയുടെ വിചാരം ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം ഇല്ല എന്നുള്ളതാണെന്ന്. കാരണം അപ്പൂപ്പൻ ഡാഡി ഇങ്ങനെ പറന്ന് ഉയരങ്ങളിലേക്ക് എത്തും. അപ്പൂപ്പൻ ഡാഡി നന്നായി പറന്ന് നടക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു സമയത്തുമ്പോൾ അപ്പൂപ്പൻ ഡാഡി ഭൂമിയിൽ തന്നെ വന്ന് പതിക്കും അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും അങ്ങനെ ആയിരിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം നമ്മളെല്ലാവർക്കും എന്താ പറയുക, ഒരു ഷോപ്പ്, നമ്മൾ ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, അവർ എന്തെങ്കിലുമൊക്കെ ചെറുങ്ങനെ ഒന്ന് നേടിയാൽ തന്നെ, അല്ലെങ്കിൽ ഒന്നും നേടുമൊന്നും വേണ്ട, മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ഷോ ഓഫ് ആയിട്ട് ഒരുപാട് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരുപാട് സംസാരിച്ചിട്ട് വേർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആളുടെ ആക്ഷൻസും കാര്യങ്ങളും നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൂപ്പത്താടി പറഞ്ഞ പോലെ ഭയങ്കര ഞാൻ എന്തോ വലിയ ആളാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മളെ ലൈഫിൽ നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടാവാൻ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച് എല്ലാവരിലേക്കും എത്തിച്ച് നമ്മൾ എന്തോ ആണ് എന്ന് ക്രിയേറ്റ് ചെയ്തതിനേക്കാളേറെ നമ്മളുടെ ലൈഫിൽ എന്ത് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ലൈഫിൽ പിന്നെ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ കാണുന്നത് നമ്മുടെ ആക്ഷൻസ് ആണ്. നമ്മൾ ചിലപ്പം നമ്മളുടെ ജീവിതം സക്സസ് ആവുന്നതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ഗതികൾ മാറിയിട്ടൊക്കെ ആൾക്കാർക്ക് കാണാം. പക്ഷേ നമ്മളുടെ ഭാഗത്തുനിന്ന് സൈലൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. നമ്മുടെ ആക്ഷൻസോടുകൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഹീ സക്സസ് അല്ലെങ്കിൽ ഷീ സക്സസ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ അപ്പൂപ്പത്താടി പറഞ്ഞ പോലെ ഉയരങ്ങളിലേക്ക് എത്താൻ ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം ഇല്ല എന്നുള്ള തോന്നൽ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച് നമ്മൾ എന്തോ ആണ്, ചെറിയൊരു കാര്യം നമ്മൾ കൈവരിക്കുമ്പോഴേക്ക് തന്നെ വലിയ ഷോപ്പ് കാണിച്ച് എന്തൊക്കെയോ ആണ് എന്ന് വെട്ടുന്നതിനേക്കാൾ ഒരു ദിവസം ഒരു എന്ത് സക്സസ് ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് വന്നിട്ടുണ്ടെങ്കിലും നാളെ ഒരു ഫെയിലിയർ ഉണ്ടാവാം. ലൈഫ് അങ്ങനെയാണ്, സക്സസ്സും ആവാം ഫെയിലും ആവാം. അത് ഇന്ന് സക്സസ് ആണെങ്കിൽ നാളെ ഫെയിൽ ആവാം, ഇന്ന് ഫെയിൽ ആയവർ നാളെ സക്സസ് ആവാം. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇനിയിപ്പോൾ സക്സസ് ആയിട്ട് ഫെയിൽ ആയാലും പിന്നെയും സക്സസ് ആവാം. അതൊക്കെ ലൈഫ് മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ നേട്ടങ്ങളെ പറ്റി ഒരുപാട് വാചാലരാവാതെ നമ്മളുടെ ആക്ഷൻസ് വഴി മാത്രം മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.